ഗായ്സ് നമ്മള് തിരിച്ചു പോവാണ്. നമുക്കുള്ള പെട്ടി നമ്മള് കെട്ടിക്കൊണ്ട് കെട്ടിട്ടുണ്ട്. ബാക്കി വിഷയത്തൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ പെട്ടി കെട്ടുന്ന വെച്ചോണ്ട് ഇതും കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മള് ഇനി എയർപോർട്ടിൽ നിന്നൊക്കെ ഉള്ള വിഷയത്തൊക്കെ കാണിക്കാം. നമ്മള് പോകാം. ബാസില തിരിച്ചു പോകുമ്പോ എന്താ പറയാനുള്ള എനിക്ക്? വരുമ്പോൾ ആവേശം ഉണ്ടോ? വരുമ്പോൾ ആവശ്യമില്ല. ഇല്ല? സങ്കടത്തില? സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ വേറെ വല്ലതും? വേറെ ഒന്നുമില്ല. ഇനി പെട്ടെന്ന് നാട്ടിക്കില്ല. ഇല്ല, മതിയായി. മതിയായില്ല, ഇനി കുറച്ച് നിൽക്കട്ടെ. ആശിക്കേ 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 എനിക്കെന്താ പറയല്ലേ? സന്തോഷം. തിരിച്ചു പോകുമ്പോ സന്തോഷമാണ്. അത് വേണോ? എന്താ പോരുമ്പോ ഉള്ള ഒരു ഇതുണ്ടാ, ആവേശം ഉണ്ടാവും? പോകുമ്പോ നമുക്ക് അങ്ങോട്ടും ആവേശം തന്നെ. എങ്ങോട്ടും ആവേശമാണ്. അടിപൊളി. ആശിക്കേ ആശിക്കേ പോലെ പോലെ ഇതൊന്നും പറയും. എന്താണ് പോകുമ്പോൾ എൻ്റെ ഒരു ഇത്? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഷാർജയിലേക്ക്. എന്താണ് നമ്മളെ നാടിന്റെ അഭിപ്രായം? നാട്ടിലെ നോമ്പ് കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. ഒരു നോമ്പുത്തുറ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ മുതൽ മിസ് ചെയ്യോ? വെറും ഒരു ബിരിയാണി മാത്രം. ബിരിയാണി നമുക്ക് മന്തി, ലെവനപ്പ്, ചിക്കൻ മന്തി, എന്താ പിന്നെ ലെവനപ്പ്, മുസംബി ഒക്കെ ഉണ്ടാവും. നാളെ നമുക്ക് നോമ്പ് വേറെ ചെയ്യാം. അതെ, ബഹു കേമമായ ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബോർഡിങ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഡ്യൂട്ടി ഫ്രീയിലാണുള്ളത്. വെയിറ്റിംഗ് ഏരിയയാണിത്. അപ്പോൾ ഇവിടെ അപ്പോളോ പാർമസി ഉണ്ട്. പിന്നെ ഏരിയൊക്കെ ഉണ്ട് കേട്ടോ. ആഷിക്കാണ് പോകുന്നത്. ആഷിക്ക് കുപ്പിക്കേന്ദ്രമാണിത്. കുപ്പിക്കേന്ദ്രം ഫുൾ കുപ്പികളാണ് കിട്ടിയത്. കുപ്പിൻ്റെ ഏരിയ അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ചക്കപ്പരിക്കൊക്കെ 450 രൂപയാണല്ലോ. വീട്ടിലുണ്ടായിരുന്നു കുറച്ച് മറിച്ചിട്ടായിരുന്നില്ല. കുപ്പി പ്രേമികൾക്കുള്ള ഏരിയയാണ്. നമുക്ക് വേണ്ട. ഇവിടെയും കുപ്പി, അവിടെയും കുപ്പി. പിന്നെ ഇവിടെ ഒരു സാധനം ഇതാ സ്പെഷ്യൽ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ കൂൾ ഡ്രിങ്ക്സ്. പിന്നെ ഒരു ഫുട്വെയറിൻ്റെ ഷോപ്പ്. പിന്നെ എന്താ ഇത് സകലതുള്ള ഷോപ്പാട്ടോ. ലൈബ്രറി ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ലൈബ്രറി ഒന്ന് പോയേക്കാം. ലൈബ്രറി അവിടെ ആ ഭാഗത്താണ് ലൈബ്രറി ഉള്ളത്. നമുക്ക് ലൈബ്രറി പിടിച്ചു നോക്കാം. അടുത്ത് കുറേ ഷോപ്പൊക്കെ ക്ലോസ് ആയിട്ടുണ്ടോ? റംസാൻ പ്രമാണിച്ചിട്ടുള്ളതാണോ അറിയില്ല. ഏകദേശം അങ്ങനെ തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് നോക്കുന്നില്ല. അല്ല, പ്രധാനപ്പെട്ട ബുക്കുണ്ട്. ഡിജിറ്റൽ ബോർഡ് ഇതോടെ പല ബുക്കുണ്ട് കേട്ടോ. അവിടെ ഉണ്ടാവും. ലൈബ്രറി അല്ല കേട്ടോ, സോറി, നേരത്തെ ലൈബ്രറി പറഞ്ഞു. റാഷി, എന്താണ് തിരിച്ചു വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്? റാഷി, എന്നെ എപ്പോഴാണ് കിട്ടണേ? ദിവസങ്ങൾ ഒരുപാട് ഫാസ്റ്റായി പോയി. വേസ്റ്റായി പോയിന്നല്ലേ? ഫാസ്റ്റായി പോയിന്നാ അങ്ങനെയല്ലേ? തെറ്റിയില്ലല്ലേ? എനിക്കോ എങ്ങനെ ഉണ്ടായി ലീവ്? അടിപൊളി. തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞു. സങ്കടം ഉണ്ടാ? ചെറുതായിട്ട് ഉണ്ടാവോ? അല്ല, ഒന്നും പറയാനില്ല. ദിവസങ്ങൾ ഇനിയും വേണോ? തിരിച്ചു പോകാൻ തോന്നുന്നില്ല. പോണില്ലേ? ഇന്നാണെന്നോ? തിരിച്ചു പോട്ടെ. നമ്മൾ ലൈന് തീരാനാണ്. അപ്പോൾ നമുക്ക് വേഗം ഫ്ലൈറ്റിൽ കയറാം. ഫ്ലൈറ്റ് കയറിയിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മളിനി നടന്ന് ഫ്ലൈറ്റിലേക്ക് നീങ്ങാണ്. നമ്മളെ കോഴിക്കോട് തന്നെ നമുക്ക് ബസ്സിനാണ്. ടെർമിനലിലേക്ക് എൻട്രി ഇല്ല, ഫ്ലൈറ്റിന് പോകുന്നുണ്ട്. ബസ്സിന് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ഫ്ലൈറ്റ്. നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റ് ഇതാണ്. റാഷി ടീമൊക്കെ ഇതാ മുന്നിൽ കയറി പോകുന്നുണ്ട്. ഇതാണ് കോഴിക്കോടാണ് നമ്മളെ ബസ് കടയിട്ട് ഇറക്കി. ഭയങ്കര ഒച്ചപ്പാട് ഫ്ലൈറ്റിന്. ഞങ്ങളെ ഫ്ലൈറ്റിൻ്റെ ബസ് കൊണ്ടുവരാണ്.
ഫ്ലൈറ്റിൻ്റെ റിവേഴ്സ് ഗിയറായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു ആള് അതെന്താ നമ്മളെ ഫ്ലൈറ്റിനെ റിവേഴ്സ് കിട്ടുക ഫ്ലൈറ്റിന് റിവേഴ്സ് ഗിയർ ഇല്ലാന്ന് എല്ലാവരും പറഞ്ഞില്ല ഇതാണ് അതിൻ്റെ റിവേഴ്സ് ഗിയർ അതുകൊണ്ട് റിവേഴ്സിക്ക് കൊണ്ടുപോകും നമ്മൾ ഫ്ലൈറ്റിൽ അണ്ടറാണ് ചിലപ്പോൾ ഒരു വീഡിയോ ഓഫാക്കാൻ മതി ആദ്യം നമ്മൾ തൊട്ടടുത്തുള്ള സീറ്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് നോക്കാൻ മനസ്സിലായത് നമ്മൾ ഫ്ലൈറ്റിൽ അണ്ടറാണ് സോ നമ്മൾ ഫൈനലി ഫ്ലൈറ്റ് കയറിയിട്ടാണ് നമ്മളെ ആഷിഖ് ബ്രോ എടുത്തിട്ടുണ്ട് ആഷിഖ് ബെൽറ്റൊക്കെ മുറുക്കിട്ടോ എയർ ഇന്ത്യയാണ് അപ്പോൾ ശരി അപ്പോൾ ഇനി ഷാർജ ലാൻഡ് ചെയ്തിട്ട് കാണാം ഗായ്സ് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ ഷാർജ എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കുകയാണ് നമ്മളെ തട്ടകത്തിൽ ഇനി നമുക്ക് നമ്മളെ ലഗേജ് കയറി കിട്ടാണ്ട് വെയിറ്റിംഗ് ആണ് ലഗേജും സ്റ്റാർട്ടായിട്ടില്ല ആഷിഖേ എങ്ങനെ ഉണ്ടായിനി ഫ്ലൈറ്റ് യാത്ര എങ്ങനെ ഉണ്ടായി അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി ഒരു ഉറക്കല്ലേ സെറ്റ് അടിപൊളിയായിരുന്നു അടിപൊളി നല്ലൊരു ഉറക്കം കിട്ടി സമാധാനമായി നമുക്ക് പെട്ടൊക്കെ കിട്ടി ഇറങ്ങണം പിന്നെ നമ്മളെ നാട്ടിലത്തെ എല്ലായിടത്തുള്ള വീഡിയോ ഒന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇനി പെട്ടിയെടുക്കണ വീഡിയോസ് കാര്യങ്ങളൊക്കെ പെട്ടികൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ പെട്ടി ഇതേ എത്തിയിട്ടില്ല കേട്ടോ അതേ വരവാണ് പെട്ടികൾ എല്ലാവരും പെട്ടികൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് ഇവിടെ പെട്ടി വരവ് ആഷിഖിൻ്റെ പെട്ടി വന്നിരിക്കുകയാണ് ആഷിഖ് ഫസ്റ്റ് തന്നെ പെട്ടി വന്നതിൽ സന്തോഷമുണ്ടോ എങ്ങോട്ട് ഞങ്ങളില്ലാതെ എങ്ങനെ പോവാ ഇറക്കടില്ല അങ്ങനെ ഓരോരോ പെട്ടി അങ്ങനെ വരുന്നുണ്ട് നാട്ടിലിറങ്ങുമ്പോൾ ഈ പെട്ടി കാണുമ്പോൾ ഇതാണ് എടുത്ത് പായാന്നുള്ള മട്ടേക്കാരോ ഇതിപ്പോൾ ആക്കും പോലെ ആയാലും എങ്ങനെ നമുക്ക് കുഴപ്പമില്ല ചെളിഞ്ഞിക്കണല്ലോ അങ്ങനെ ആഷിഖിൻ്റെ പെട്ടി വന്നു ആഷിഖ് ഫസ്റ്റ് തന്നെ ആഷിഖിൻ്റെ പെട്ടിയാണ് ആഷിഖ പിടിച്ചണോ നമ്മളെ പെട്ടി എവിടെയാണോ അപ്പോൾ ഗായ്സ് ഫൈനലി നമ്മളെ പെട്ടി കിട്ടി ആഷിഖിൻ്റെ ഒരു ബാഗ് കൂടെ കിട്ടാണ്ട് കൂടെ കിട്ടി നമ്മൾ ഇവിടുന്ന് വിടും ആഷിഖ് ഫ്രണ്ടിൽ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവാണ് ഇതാണ് നമ്മളെ ഷാർജൻ്റെ എക്സിറ്റ് വേണ്ട നമ്മൾ എക്സിറ്റ് ആവാം വിശാല എങ്ങനെയുണ്ടായി എൻ്റെ ഫ്ലൈറ്റ് യാത്ര വളരെ അടിപൊളി അടിപൊളിയാണ് ആഷിക്ക എന്നെ പിന്നെ കണ്ടില്ല ഫ്ലൈറ്റിൽ ഇവിടെ എങ്ങനെയായി ഫ്ലൈറ്റ് യാത്ര എയർ ഇന്ത്യൻ്റെ 5 സ്റ്റാർ കൊടുക്കാം നമുക്ക് എയർ ഇന്ത്യ കുഴപ്പമില്ല ഒരു 4.5 കൊടുക്കാം 5-ല് 5-ല് അപ്പോൾ 10-ലല്ല നമ്മള് 5 സ്റ്റാറിലാണ് 5 സ്റ്റാറിലാണ് കളി റേറ്റിംഗ് അത് ശരി അപ്പോൾ റാത്തായി എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ എല്ലാവരും റാത്തായിട്ട് എത്തിയിട്ടുണ്ടോ എല്ലാവരും പെട്ടിയും കൊണ്ട് വെയിറ്റിങ്ങിലാണ് ആഷിഖ് അവിടെ ഉണ്ട് അപ്പോൾ ടാക്സി കിട്ടിയാൽ നമ്മൾ നേരെ നമ്മളെ തട്ടകത്തിലേക്ക് തിരിക്കും ഇൻഷാ അല്ലാഹ് ഗൈസ് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളെ തട്ടകത്തിലെത്തിയിരിക്കുകയാണ് നമ്മളെ ഇറക്കിയ ടാക്സി ഇതാ പോണേ നമ്മളെ പെട്ടികൾ ഇതവിടെ പെട്ടി 1 2 3 4 അങ്ങനെ പെട്ടികളൊക്കെ നേരായിട്ട് നിൽക്കണേ അപ്പോൾ ഞാൻ നാളെ രാവിലെ മുതൽ നോൺ ഡ്യൂട്ടി സായിക്ക എന്താണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പില്ല നല്ല തണുപ്പ് രാവിലെ ഉണ്ടാവുമോ നോമ്പായിട്ട് ചൂട് വന്നാൽ എല്ലാം സെറ്റാവും ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വ്ളോഗും കാര്യമൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്